ഹായ്, SB അരുളലാണ്. അപ്പോൾ നാളെ തിരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തങ്ങളെ ആര് നയിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ഉപദേശിക്കാനല്ല, എൻ്റേതായ ഒരു അഭിപ്രായമായി പങ്കുവയ്ക്കാനുണ്ട്. കാര്യം ഉപദേശിക്കാൻ ഞാൻ ആളല്ലല്ലോ, എൻ്റെ അഭിപ്രായമാണല്ലോ നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രജകളാകാൻ വേണ്ടി ദയവായി വോട്ട് ചെയ്യരുത്. ജനാധിപത്യം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയെങ്കിലും ഇടിച്ചു നിന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെയും കേരളത്തിൽ പരിധി വിടാതെ വിമർശിക്കാനുള്ള എല്ലാ അവസരമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആരും ഈ നാട്ടിൽ വേട്ടയാടപ്പെട്ടിട്ടില്ല. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നിടത്ത് അടിമകളല്ലാതെ അല്ലെങ്കിൽ പ്രജകൾ എന്ന രീതിയിൽ ഒരഭിപ്രായവുമില്ലാത്ത മനുഷ്യരാകാൻ വേണ്ടി നിങ്ങൾ വോട്ടിങ്ങിനെ മാറ്റുകയാണെങ്കിൽ വരും കാലത്ത് നിങ്ങൾ ഇരുണ്ട കാലത്തേക്ക് ഈ നാട്ടിനെ കൊണ്ടുപോകും എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം നമ്മൾ ഇന്ന് കാണുന്ന ഇതെല്ലാം ആരും നമുക്ക് സൗജന്യമായി തന്നതല്ല. ഒന്നും നമുക്ക് ആരെങ്കിലും ഔദാര്യം തന്നതുമല്ല. നമ്മൾ പോരാടി നേടിയെടുത്തതാണ്. അത് രാജഭരണത്തോടാണെങ്കിലും ശരി, അത് ബ്രിട്ടീഷുകാരായിരുന്നെങ്കിലും ശരി, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരാക്കി നമ്മളെ മാറ്റിയിരുന്നിടത്ത് നിന്ന് നമ്മൾ എല്ലാം പോരാടി നേടി ഇന്നിപ്പോൾ നമ്മൾ ആരുടെയും അടിമകളല്ല. ഷോൾഡർ ടു ഷോൾഡർ, നിങ്ങൾ എന്താണോ ആ ഷോൾഡർ ടു ഷോൾഡറാണ്. ഏത് പൊസിഷനിലിരിക്കുന്നവരെയും നമ്മൾക്ക് വിമർശിക്കാനുള്ള, അതായത് ഇന്ത്യയിൽ മറ്റൊരു ഇടത്തും പ്രജകളായി മാറിയ മനുഷ്യർക്ക് ഇന്നിപ്പോൾ വിമർശിക്കാനൊന്നും അവസരവുമില്ല. അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ പോലും അത് ഇന്നിപ്പോൾ പ്രജകളാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരെ വിമർശിച്ചാലാണ് ആ പോസ്റ്റ് റിമൂവ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാര്യം ഡയറക്റ്റായിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തിനെ വിമർശിച്ചോ, ആർക്കെതിരെ വിമർശിച്ചോ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആ പ്രതികരണങ്ങൾക്കെല്ലാം, അതായത് ശരിയായ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായത്തെ ഉടനടി റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യിച്ചതിന് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ പോലും നിങ്ങളെ അഭിപ്രായം പറയാൻ അനുവദിക്കാത്തവരാരാണ്? അവരുടെ വരുംകാല ലക്ഷ്യം എന്താണ്? വിമർശനങ്ങളോട് ഒരംശം പോലും സഹിഷ്ണുതയില്ലാതെ വിമർശനങ്ങളെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ, ആ മനുഷ്യരെ എല്ലാം നിശബ്ദരാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രജകളല്ല നമ്മളാകേണ്ടത്. നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, സ്വാതന്ത്ര്യത്തോടുകൂടിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ഒരു പഴയ കാലഘട്ടത്തിലെ പോലെ തമ്പ്രാനെ എന്ന് വിളിക്കാനും, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുമ്പോൾ നടു വളഞ്ഞു നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് തരണേ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ല നമ്മൾ പോകേണ്ടതെന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം മനുഷ്യരാണ്. നിങ്ങൾ ഈ ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരാണ്. എനിക്കും ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് തെറ്റുപറ്റും. ആ നിലയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ, തിരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരിടത്തും അസമത്വം നേരിട്ടിട്ടുണ്ടാവില്ല. എല്ലായിടത്തും നിങ്ങൾ 10 വർഷത്തെ കണ്ടതിനേക്കാൾ എല്ലാ മേഖലകളിലും, എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരത്ത് മാനവീയം വീഥി എന്ന് പറയുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വതന്ത്രമായി വന്നിരുന്ന് അവർക്ക് സംസാരിക്കാനോ അവരുടെ കലാപ്രകടനങ്ങളോ സർഗവാസനകളോ ഒക്കെ പ്രകടിപ്പിക്കാൻ ഒരിടം, അതുണ്ടായത് ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? ഇവിടെ അടിമകളാക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന ഈ നാട്ടിൽ അധികാരത്തിലിരുന്നെങ്കിൽ മാനവീയം വീഥി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇന്ന് കാണുന്ന പോലെ ടൂറിസം മേഖലയ്ക്ക് കുതിച്ചുചാട്ടം ഉണ്ടാകും? ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ എല്ലാത്തിലും തൃപ്തരായിരിക്കില്ല. അതായത് എനിക്കിത് പോരാ, അത് മറ്റൊരു പ്രലോഭനങ്ങൾ തരുമ്പോൾ അത് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ സാമ്പത്തികമായി മാറിയെന്നോ പ്രതിസന്ധികൾ മാറിയെന്നല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവിടെ തൊഴിലില്ല എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഇന്നൊരു മലയാളി പോലും ജോലി അല്ല? ഇപ്പോൾ നമ്മുടെ ദേശീയപാത കാസർഗോഡ് മുതൽ ഇങ്ങ് കഴക്കൂട്ടം വരെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന ആരാണ്? ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്.
അപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലില്ല എന്നൊരു പ്രശ്നമല്ല, പക്ഷേ ആ തൊഴിലൊരു കാറ്റഗറി ഉണ്ട് എന്നുള്ളതാണ്. അത്തരം ജോലികൾ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കുലത്തൊഴിൽ എന്നൊരു സംവിധാനം ഈ പ്രജകളാക്കപ്പെട്ട് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരുന്ന കാലഘട്ടത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ട് അച്ഛൻ്റെ തൊഴിലല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള തൊഴിൽ വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളർന്നു വരുന്നു. അവർക്ക് ഇഷ്ടമുള്ള നാട്ടിൽ ജീവിക്കാൻ പോകുന്നു. അവിടെ പോയി അവർ ജീവിക്കുന്നു എന്നേ, അതിനെന്താണ് പ്രശ്നം? അവിടെ പോയി അവർക്ക് താല്പര്യമുള്ള ഇടങ്ങളിൽ പോയി ജീവിക്കട്ടെ. ഇന്നലകളിൽ ഈ നാട്ടിൽ നിന്ന് ആരും വിദേശത്ത് പോയിട്ടില്ലേ? കേരളം മാറിയത് തന്നെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവർ ഗൾഫ് രാജ്യങ്ങളിൽ പോയി സമ്പാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മാറിയത്. അല്ലാതെ ഇവിടെ കൃഷിയിടത്തിൽ പണിയെടുത്തിട്ട് തമ്പ്രാക്കന്മാർ തന്ന് അന്ന് പ്രജകളാക്കപ്പെട്ട മനുഷ്യരാരും ജീവിതത്തിൽ കരുപിടിച്ചിട്ടില്ല. അവർ വിദേശത്തേക്ക് പോയി തന്നെയാണ് സമ്പാദിച്ചത്. വിദേശത്ത് പോയി അവർ സമ്പാദ്യം ഉണ്ടാക്കിയപ്പോൾ അവരുടെ മക്കളെ കുറച്ചുകൂടെ നല്ല നാട്ടിലേക്ക് അയക്കണം. പക്ഷെ അന്നും സ്റ്റേറ്റ്സിലും UK പോകുന്നത് ഇവിടുത്തെ സവർണ മാടമ്പികളുടെ അല്ലെങ്കിൽ രാജാക്കന്മാരായി നമ്മൾ നയിച്ചിരുന്നവരാണ്. അവർക്ക് പോകാം, അവർക്ക് മാത്രമേ പോകാവൂ. ഇന്നിപ്പോൾ എല്ലാവരും പോയപ്പോൾ അയ്യോ ഈ നാട്ടിലെല്ലാം കളഞ്ഞിട്ട് യുവത്വങ്ങളെല്ലാം പോകുന്നു എന്ന രീതിയിലൊക്കെ അത് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ദുരുദ്ദേശം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി ജീവിക്കട്ടെന്ന്. അച്ഛനും അമ്മയും ഇവിടെ വയസ്സന്മാരുടെ നാടായിട്ട് മാറും എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ തന്നെ പത്തനംതിട്ട എന്നൊരു ജില്ലയുണ്ട്, നിങ്ങൾ പോയി നോക്കിയേ. എത്രയോ വർഷം മുന്നേ, അത് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവർക്ക് പോകാം. അവിടെ നിന്ന് അത്രയും കാലം മുന്നേ പോയിക്കൊണ്ടിരുന്നപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നിന്ന് പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരുടെ മക്കൾ കൂടി വിദേശത്ത് പോയി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നടന്നോട്ടെ. പക്ഷേ നിങ്ങളൊരു കാര്യം, നമ്മുടെ നാട് ഒരു സ്വതന്ത്രമായിട്ടുള്ള നാടാണ്. വളരെയധികം എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. എന്തെല്ലാം പരിപാടികൾ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്ന് ഉല്ലസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാടുമായി കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം വന്നിട്ടുണ്ടാകും. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ്. ഒരിക്കൽ പോലും ഈ നാടിൻ്റെ ഖജനാവിലേക്ക് വരുന്ന പണം ഇത്രത്തോളം ക്ഷേമ പെൻഷനുകളായിട്ടോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളായിട്ടോ ഒക്കെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 1600 2000 രൂപ കൊടുക്കുന്നു വെച്ചോ, മുൻപ് ഉദാഹരണം ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നതിനെ മാറ്റിയിട്ടുണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിനേക്കാൾ തരും എന്ന പ്രലോഭനങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ വിശ്വസിച്ച് കൂടെ പോയിട്ടുണ്ടോ അപകടത്തിൽ ചാടത്തേ ഉള്ളൂ. ഒരു സംശയം വേണ്ട. നമ്മുടെ വര പറഞ്ഞ് വേണം. കാര്യം നെല്ല് കണ്ടിട്ട് അരി കടം മേടിക്കാവുന്നതാണ്. നെല്ല് കാണാതെ നിങ്ങൾക്ക് അരി വാരിക്കോരി തരാമെന്ന് പറയുന്നവർ ഒരു തരത്തിൽ വഞ്ചനയാണ്. നിങ്ങൾ ഈ നാട്ടിലും ഇന്നത്തെ പോലെ പൗരന്മാരായി ജീവിക്കാൻ വേണ്ടി മാത്രം വോട്ട് ചെയ്യണമെന്ന് ഹൃദയപൂർവ്വം നിങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. കാര്യം ഇത് ഈ നാട്ടിൽ ഒരു ഇനി പ്രജകളെന്നോ അല്ലെങ്കിൽ പൗരന്മാർ മാറിയിട്ട് അടിമകളെന്നോ അല്ലെങ്കിൽ അടിയാനും ഉടയാനും എന്നുള്ള രീതിയിലൊന്നും ഉടയോനും എന്ന രീതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ ജീവിക്കുന്നതാണ് ഈ നാടിന് നല്ലത്. അതുകൊണ്ട് ഭക്തി, വിശ്വാസം ഇതൊന്നും ജനാധിപത്യത്തിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള പൗരസ്വാതന്ത്ര്യങ്ങളാണോ? അതിന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ അനലൈസ് ചെയ്ത് വോട്ട് ചെയ്യണം. നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ, നിങ്ങൾ ശരിയായ പാതയിൽ സഞ്ചരിക്കുന്ന മനുഷ്യരല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാകേണ്ടത്. ശരിയായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഇവിടെ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിശ്വാസമായിക്കോട്ടെ, നിങ്ങളുടെ ആരാധനയായിക്കോട്ടെ, നിങ്ങളുടെ സമാധാന ജീവിതമായിക്കോട്ടെ, ഇതെല്ലാം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഹനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സേഫ് സോണിലാണ്. ഇതല്ല മറ്റതാണ് ഗംഭീരമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്താകമാനം അതിന് രണ്ടിനും ഉദാഹരണമുണ്ട്. അവിടങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ മഷി പുരട്ടുമ്പോൾ ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആലോചിച്ച് നിങ്ങൾക്കത് മഷി പുരട്ടുന്നിടത്തേക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ പോയാൽ നിങ്ങൾ ഈ നാടിനോട് ചെയ്യുന്നൊരു വഞ്ചനയാണെന്ന് കൂടി അഭിപ്രായപ്പെടാനുണ്ട്. കാര്യം കിട്ടിയതിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്കൊന്നും സർക്കാരിൽ നിന്ന് ഒരു 10 പൈസയുടെ സേവനം ഇതുവരെ കിട്ടില്ല. പക്ഷേ ജീവിക്കുന്ന ഒരു ഭൗതിക സാഹചര്യങ്ങൾ എന്നെ സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിനയപരിശ്രമം കുറച്ച് നീണ്ടുപോയി. എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ മാറി ചിന്തിച്ചാൽ അതുണ്ടാക്കുന്ന അപകടത്തെ ഒരിക്കലും നമുക്ക് പിന്നീട് ഇതുപോലെ വാക്കുകൾ കൊണ്ട് പോലും ചെറുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നെത്തിപ്പെട്ടു പോകുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറക്കണ്ട, എല്ലായിടങ്ങളിലും പാറിപ്പറക്കട്ടെ, സ്വാതന്ത്ര്യമുള്ള അടിമത്വമില്ലാത്ത പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം അധികാരത്തിൽ വരട്ടെ എന്ന് പറയാണ്. അതുകൊണ്ട് തുടർച്ചയാണ് നമുക്ക് ആവശ്യമെന്ന് വളരെ ഉറപ്പിച്ച് പറയുന്നു.